പഞ്ചാബിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണം അട്ടിമറിക്കാൻ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ ശ്രമം. ഗവർണറെ സമീപിച്ച് ബി. ആം ആദ്മി പാർട്ടി ജനാധിപത്യത്തെ പകൽ വെളിച്ചത്തിൽ അട്ടിമറിക്കുകയാണെന്ന് ബി ആരോപിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണം അധികാരം ഉപയോഗിച്ച് കൈക്കലാക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമിക്കുകയാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കമൽ സിംഗ് ധില്ലൻ പറഞ്ഞു. ബി ഭൂരിപക്ഷമുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ ഭരണം അട്ടിമറിക്കാൻ സംസ്ഥാന ഭരണം ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടി നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമാണെന്നും ധില്ലൻ കൂട്ടിച്ചേർത്തു. ബി പരാതി അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പ് ഗവർണർ നേതാക്കൾക്ക് നൽകി. അബോഹർ മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും ബി ഭരണം അട്ടിമറിക്കപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നൻഗലിലും കപൂർത്തലയിലും സമാന സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചാബിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഭഗവന്ത് മാൻ സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്നതെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. जो मौजूदा नगर निगम की इलेक्शन हुई है, इसमें पंजाब गवर्नमेंट ने इतनी बड़ी धांधली की है कि आज तक हिस्ट्री में हिंदुस्तान की किसी सूबे में और पंजाब में खास करके पिछले 70 साल से कभी ऐसा हुआ ही नहीं. इन्होंने जो हमारे जैसे अबोहर की मैं बात करता हूँ, वहाँ पे हमारे 28 मेंबर थे और एक मेंबर MLA होता, वो भी हमारा है, 29 हो गए. इनके 20 थे. इन्होंने धक्के से कमिश्नर लेवल के अफसर को भेजकर अपना मेयर बनाने की कोशिश की, लेकिन हमारे कार्यकर्ता, हमारे लीडरों ने लड़ाई लड़ी. ഭൂരിപക്ഷമില്ലാത്തിടങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് ഉദ്യോഗസ്ഥരെ മുൻനിർത്തി ഭരണം പിടിക്കാനുള്ള ശ്രമമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നതെന്നും ഇതൊന്നും ബി അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്ന സമയം മുതൽ തന്നെ ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ ആം ആദ്മി പാർട്ടി ആരംഭിച്ചതായും ബി അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. നിയമപരമായും രാഷ്ട്രീയമായും ഇത്തരം നടപടികൾക്കെതിരെ ബി പോരാടുമെന്നും ധില്ലൻ അറിയിച്ചു. ജനം, ഡൽഹി.